ഇന്ന് നമ്മള് ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് നോക്കാൻ പോകുന്നത്. 1970-ലെ റുസ്തം കാവസ്ചി കൂപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. കൂടുതൽ ആളുകൾക്ക് ഇത് ബാങ്ക് ദേശസാൽക്കരണ കേസ് എന്ന് പറഞ്ഞാലായിരിക്കും അറിയുക. അതെ, വളരെ പ്രശസ്തമായ ഒരു കേസാണത്. നമ്മുടെ കയ്യിലുള്ളത് ഈ കേസിലെ സുപ്രീം കോടതി വിധിയുടെ പ്രധാന ഭാഗങ്ങളാണ്. അപ്പോൾ 14 വലിയ വാണിജ്യ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ ദേശസാൽക്കരിച്ചല്ലോ. ആ ഒരു നടപടിയെ ചോദ്യം ചെയ്ത ആ വിധിന്യായത്തിലെ പ്രധാന വാദങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. കാരണം ഇത് വെറുമൊരു നിയമവിധി എന്നതിനപ്പുറം പൗരന്റെ മൗലികാവകാശങ്ങളും സർക്കാരിന്റെ അധികാരങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തിവിട്ട കേസാണ്. ശരിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്ര പ്രധാനപ്പെട്ടതായി എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം 1969-ലാണല്ലോ ഈ 14 ബാങ്കുകളെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അതെ, ഒരു ഓർഡിനൻസിലൂടെയായിരുന്നു തുടക്കം, അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ 1969 ജൂലൈ 19-ന്. അന്ന് പാർലമെന്റ് സെഷനിലല്ലായിരുന്നു. അപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് ഇറക്കി. ഓർഡിനൻസ് 8 ഓഫ് 1969. 50 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള 14 കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അതിന്റെ എല്ലാം നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തു. പിന്നെ പാർലമെന്റ് കൂടിയപ്പോൾ ഇത് നിയമമാക്കി. ആക്ട് 22 ഓഫ് 1969, ബാങ്കിംഗ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ്സ് ആക്ട്. ഓക്കെ, ഈ നിയമത്തെയാണ് പിന്നെ ആർ.സി. കൂപ്പർ, അദ്ദേഹം ചില ബാങ്കുകളിലെ ഷെയർ ഹോൾഡറും ഡയറക്ടറുമൊക്കെ ആയിരുന്നല്ലോ. അതെ, അദ്ദേഹം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? കൂപ്പർ പ്രധാനമായും പറഞ്ഞത് ഈ നിയമം ഭരണഘടന തരുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നു എന്നാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒന്ന്, അനുച്ഛേദം 14, അതായത് സമത്വത്തിനുള്ള അവകാശം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 14 ബാങ്കുകളെ മാത്രം തിരഞ്ഞുപിടിച്ചത്? അതെ, അതിനൊരു വ്യക്തമായ യുക്തിസഹമായ ഒരു കാരണം, ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്ന് പറയും, അതില്ല. ഇത് വിവേചനപരമാണ്. കാരണം വേറെ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, ഫോറിൻ ബാങ്കുകളുണ്ട്, അവർക്കൊക്കെ തുടർന്ന് പ്രവർത്തിക്കാമല്ലോ. അതായത് ഈ 50 കോടി എന്നൊരു തുക വെച്ചത് ശരിയായ ഒരു വേർതിരിവല്ല എന്നാണോ വാദം? അതെ, ആ വേർതിരിവിനൊരു റാഷണൽ ബേസിസ് ഇല്ല എന്നായിരുന്നു വാദം. പിന്നെ രണ്ടാമതായിട്ട് അനുച്ഛേദം 19(1)(f). അന്ന് സ്വത്തവകാശം മൗലികാവകാശമായിരുന്നല്ലോ. ശരിയാണ്. ആ അവകാശവും പിന്നെ 19(1)(g) ഇഷ്ടമുള്ള തൊഴിലോ വ്യാപാരമോ ചെയ്യാനുള്ള അവകാശം. ഇത് രണ്ടും ലംഘിക്കപ്പെട്ടു. കാരണം ഈ 14 ബാങ്കുകൾക്ക് പിന്നെ ബാങ്കിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും നിരോധിച്ചു. അതെ, ബാങ്കിംഗ് അല്ലാത്ത മറ്റ് ബിസിനസ് ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് യുക്തിക്ക് നിരക്കാത്ത ഒരു നിയന്ത്രണമാണ്, അൺറീസണബിൾ റെസ്ട്രിക്ഷനാണ് എന്ന് വാദിച്ചു. മൂന്നാമത്തെ പ്രധാന പോയിന്റ്, അനുച്ഛേദം 31(2). സ്വത്ത് ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. ഇവിടെ കൊടുത്ത നഷ്ടപരിഹാരം കണക്കാക്കിയത് ശരിയായ തത്വങ്ങൾ വെച്ചല്ല, പല അപ്രസക്തമായ കാര്യങ്ങൾ വെച്ചാണ്. പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ, കാലാവധി തീരാത്ത ലീസിന്റെ മൂല്യം, ഇതൊന്നും കണക്കിലെടുത്തില്ല. ഓഹോ. അപ്പോൾ കൊടുത്ത നഷ്ടപരിഹാരം ഒരു പേരിനു മാത്രമുള്ള ഒന്നായി മാറി, ഇല്ലൂസറിയായിപ്പോയി എന്നും കൂപ്പർ വാദിച്ചു. വളരെ ശക്തമായ വാദങ്ങൾ. സർക്കാർ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? അറ്റോർണി ജനറൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സർക്കാർ കുറേ വാദങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, കൂപ്പർ ഒരു ഷെയർ ഹോൾഡർ മാത്രമല്ലേ, കമ്പനിയുടെ അവകാശം ലംഘിച്ചതിന് അദ്ദേഹത്തിന് നേരിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം, ലോക്കസ് സ്റ്റാൻഡിയുടെ പ്രശ്നം. പിന്നെ പാർലമെന്റിന് നിയമമുണ്ടാക്കാനുള്ള വിഷയങ്ങളാണിതൊക്കെ. ലിസ്റ്റ് ഐയിലെ ബാങ്കിംഗ്, കോർപ്പറേഷൻ നിയന്ത്രണം, പിന്നെ കൺകറന്റ് ലിസ്റ്റിലെ സ്വത്തേറ്റെടുക്കൽ, ഇതൊക്കെ പാർലമെന്റിന്റെ അധികാരപരിധിയിൽ വരും. പക്ഷേ ഏറ്റവും പ്രധാനമായി സർക്കാർ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അനുച്ഛേദം 19(1)(f)ഉം, അതായത് സ്വത്തവകാശവും, അനുച്ഛേദം 31(2), അതായത് നഷ്ടപരിഹാരവും, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലാത്ത മ്യൂച്വലി എക്സ്ക്ലൂസീവായ വകുപ്പുകളാണ് എന്നതായിരുന്നു. ഓക്കേ, അതായത് ഒരു നിയമം ആർട്ടിക്കിൾ 31(2) പ്രകാരം സ്വത്ത് ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അത് ആർട്ടിക്കിൾ 19(1)(f) പ്രകാരം യുക്തിസഹമായ നിയന്ത്രണമാണോ എന്ന് പിന്നെ നോക്കേണ്ട കാര്യമില്ല. രണ്ടും 2 ട്രാക്കിലാണ് പോകുന്നത് എന്നൊരു വാദം. ഇതാണ് ഈ കേസിലെ ഒരു ക്രക്സ് എന്ന് പറയാവുന്നതല്ലേ? കോടതി വാദങ്ങളെ എങ്ങനെ കണ്ടു? ഇവിടെയാണല്ലോ കാര്യങ്ങൾ ശരിക്കും മാറുന്നത്. അതെ, ഇവിടെയാണ് കോടതി ഇന്ത്യൻ ഭരണഘടനാ വ്യാഖ്യാനത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത്. കോടതി 10 ജഡ്ജിമാരുടെ ഭൂരിപക്ഷ വിധിയിലൂടെ
കൂപ്പറുടെ വാദങ്ങൾ ശരിവെച്ചു. ഓ 10-1 ഭൂരിപക്ഷത്തിൽ. അതെ, പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനം, ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19(1)(f)ഉം 31(2)ഉം പരസ്പരം ഒഴിവാക്കുന്നവയല്ല, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഒരു നിയമം സ്വത്തേറ്റെടുക്കാനാണെങ്കിൽ പോലും അത് പൗരന്റെ മറ്റു മൗലികാവകാശങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, പ്രത്യേകിച്ച് വ്യാപാരം ചെയ്യാനുള്ള അവകാശത്തെ എന്നും ആ നിയന്ത്രണങ്ങൾ ആർട്ടിക്കിൾ 19(5) പ്രകാരം യുക്തിസഹമാണോ എന്നും പരിശോധിക്കണം. അപ്പോ ആ പഴയ AK ഗോപാലൻ കേസിലെയൊക്കെ മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തത്വം കോടതി ഇവിടെ തള്ളിക്കളഞ്ഞു. കൃത്യമായി അത് തള്ളിക്കളഞ്ഞു. അതൊരു വലിയ മാറ്റമായിരുന്നു. ഒരു നിയമം ഒന്നിലധികം മൗലികാവകാശങ്ങളെ ബാധിക്കാം, അതെല്ലാം കോടതിക്ക് പരിശോധിക്കാമെന്നായി. ഇത് മൗലികാവകാശങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന തീരുമാനമാണല്ലോ. തീർച്ചയായും അവകാശങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 14 ബാങ്കുകളെ മാത്രം തിരഞ്ഞെടുത്തതിനും അവരെ ബാങ്കിംഗ് ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായി വിലക്കിയതിനും യുക്തിസഹമായ ഒരു തരംതിരിവില്ല. അത് ആർട്ടിക്കിൾ 14-ന്റെ, അതായത് സമത്വത്തിന്റെ ലംഘനമാണ്. പിന്നെ ബാങ്കിംഗ് അല്ലാത്ത ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞത് വെറും ഒരു പേരിനു മാത്രമാണെന്നും അതൊരു യുക്തിസഹമല്ലാത്ത നിയന്ത്രണമാണെന്നും കോടതി പറഞ്ഞു. ആർട്ടിക്കിൾ 19(1)(g)യുടെ ലംഘനം. ശരി. മൂന്നാമതായി നഷ്ടപരിഹാരത്തിന്റെ കാര്യം. അതും കോടതി അംഗീകരിച്ചു. നഷ്ടപരിഹാരം കണക്കാക്കാൻ ഉപയോഗിച്ച പ്രിൻസിപ്പിൾസ് ശരിയല്ല, പലതും അപ്രസക്തമാണ്. പ്രധാനപ്പെട്ട ആസ്തികളായ ഗുഡ്വിൽ ഒക്കെ ഒഴിവാക്കി. പിന്നെ കെട്ടിടങ്ങളുടെ മൂല്യം കണക്കാക്കിയ രീതി പോലും കോടതി ചോദ്യം ചെയ്തു. അപ്പോൾ കിട്ടിയ തുക ആർട്ടിക്കിൾ 31(2) ഉറപ്പു നൽകുന്ന കോമ്പൻസേഷൻ അല്ല, അതൊരു ഇല്ലൂസറി തുകയാണ്. അപ്പോ ഇതിന്റെ എല്ലാം ഒരു അന്തിമ ഫലം എന്തായിരുന്നു? നിയമം മൊത്തത്തിൽ പോയോ? അതെ, നിയമത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെക്ഷൻ 4, 5, 6, പിന്നെ നഷ്ടപരിഹാരം പറയുന്ന ഷെഡ്യൂൾ 2, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇവയൊന്നും നിയമത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല, നോട്ട് സബറബിൾ. അതുകൊണ്ട് ആക്ട് 22 ഓഫ് 1969 എന്ന നിയമം മുഴുവനായും അസാധുവാണ് എന്ന് 11 ജഡ്ജിമാരുടെ ബെഞ്ച് വിധിച്ചു. ഹോ, ഇത് വലിയൊരു വിധിയായിരുന്നല്ലോ. മൗലികാവകാശങ്ങള്, പ്രത്യേകിച്ച് സ്വത്തവകാശം. ഓർക്കണം, അന്നതൊരു മൗലികാവകാശമായിരുന്നു. അതെ. പിന്നെ സർക്കാരിന്റെ നിയമനിർമ്മാണ അധികാരം, നയപരമായ തീരുമാനങ്ങൾ, ഇവയെല്ലാം തമ്മിലുള്ളൊരു സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്കിത് തുടക്കമിട്ടു. ശരിയാണ്. ഒരുപാട് ഭരണഘടനാ ഭേദഗതികൾക്ക് വരെ ഇത് പിന്നീട് കാരണമായിട്ടുണ്ട്. നമുക്ക് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരു ചിന്ത പങ്കുവച്ചുകൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു. തീർച്ചയായും. സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പൗരന്മാരുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ. ഇവ തമ്മിലൊരു സംഘർഷം വരുമ്പോൾ എങ്ങനെയാണൊരു നീതിയുക്തമായ ബാലൻസ് കണ്ടെത്താൻ കഴിയുക? വളരെ പ്രസക്തമായ ചോദ്യം. ഈ കൂപ്പർ കേസും അതിനുശേഷം വന്ന മാറ്റങ്ങളുമൊക്കെ ഈ ചോദ്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്.